ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് സോക്ക് ടെസ്റ്റിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങിൽ വരുന്നതാണ് സോക്ക് ടെസ്റ്റിംഗ്. പേര് പോലെ തന്നെ സോക്ക് എന്ന് പറഞ്ഞാൽ മുക്കി വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. നമ്മൾ സിസ്റ്റം അണ്ടർ ടെസ്റ്റിംഗ്, ആപ്ലിക്കേഷൻ അണ്ടർ ടെസ്റ്റിംഗ്, നമ്മൾ ടെസ്റ്റിങ്ങിനെ മുക്കി വയ്ക്കുക. അതായത് ലോഡ് കൊടുത്തിട്ട് പ്രൊലോങ് ടൈം നമ്മൾ ആ ടെസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് സോക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സോക്ക് ടെസ്റ്റിംഗ് എന്താണ്. സോക്ക് ടെസ്റ്റിംഗ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കമ്പനികളിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് അല്ല, പക്ഷേ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോക്ക് ടെസ്റ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ പെർഫോമൻസ് ഓഫ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ അണ്ടർ എ ഹ്യൂജ് വോളിയം ഓഫ് ലോഡ് ഫോർ എൻ എക്സ്റ്റെൻഡ് പീരീഡ് ഓഫ് ടൈം. സോക്ക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ടെസ്റ്റിംഗ്, അതായത് നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിന് ടൈപ്പിൽ വരുന്ന ഒരു തരം ടൈപ്പ് ടെസ്റ്റിംഗ് ആണ്. ഇവിടെ എന്താണ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ എന്താണ് ഹ്യൂജ് വോളിയം ഓഫ് ലോഡ് കൊടുക്കുകയും ചെയ്യും അണ്ടർ എ പ്രൊലോങ്ഡ് ടൈം, എക്സ്റ്റെൻഡ് പീരീഡ് ഓഫ് ടൈം കുറേ ടൈമിന് കുറേ ലോഡ് കൊടുക്കുക. അതാണ് നമ്മുടെ സോക്ക് ടെസ്റ്റിംഗ്. ഇതുമായി സാമ്യമുള്ളതാണ് സ്പൈക്ക് ടെസ്റ്റിംഗ്. സ്പൈക്ക് ടെസ്റ്റിംഗിൽ എന്താണെങ്കിൽ ഹ്യൂജ് വോളിയം ഓഫ് ലോഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, വളരെ ചെറിയൊരു ടൈം സ്പാനിലാണ് നമ്മൾ സ്പൈക്ക് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഒരു പോയിന്റിലാണ്, ഒരു പോയിന്റ് ഓഫ് ടൈം, വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ് ഹ്യൂജ് ലോഡ് കൊടുക്കുന്നത്. ഇവിടെ ഹ്യൂജ് ലോഡ്, ഹ്യൂജ് ടൈം, വലിയൊരു പീരീഡ് ഓഫ് ടൈമിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ദിവസങ്ങളോളം വരുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സോക്ക് ടെസ്റ്റിംഗിൽ മെയിനായിട്ട് മെമ്മറി യൂട്ടിലൈസേഷനൊക്കെയാണ് മോണിറ്റർ ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ. അതായത് CPU യൂസേജ്, മെമ്മറി ലീക്കേജ് ഉണ്ടോ, ഡാറ്റാബേസിൻ്റെ വർക്കിംഗ്, ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ മോണിറ്റർ ചെയ്യുകയും ഇഷ്യൂകൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഒരു ബേസിക് തിയറി എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സിസ്റ്റം ആണെങ്കിലും നമ്മൾ കുറച്ച് നേരത്തേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബിഹേവിയറോ കാര്യങ്ങളോ ഒന്നും പ്രശ്നം ഉണ്ടാവുന്നില്ല, നോർമലി ബിഹേവ് ചെയ്യാം. ബട്ട് പ്രൊലോങ് ടൈം, കുറേ കൂടുതൽ ടൈമിലേക്ക്, ഒരു കണ്ടിന്യൂസ്ലി ഫോർ 10 hours അല്ലെങ്കിൽ മോർ ദാൻ 2 days ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നോർമലായ ഒരു സിസ്റ്റം ആണെങ്കിൽ തന്നെ അത് അബ്നോർമലായിട്ടും റാൻഡംലി ക്രാഷ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകൾ നമ്മൾ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം മിക്കതും നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്കറിയാം, ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻഡസ്ട്രി ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും വർക്ക് ചെയ്യേണ്ടി വരും. അതായത് മെഷീനറിയുടെ മെഷർമെൻറ്റ്സ്, പ്രഷർ കാര്യങ്ങളൊക്കെ ആക്കുന്ന ആപ്ലിക്കേഷൻസ്, അങ്ങനെ 24 hours വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊലോങ് ടൈം നമ്മൾ ഇതുപോലെ സോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ക്ലയൻറ്റിന് ഡെലിവർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്താണ്, വെൻ ടു ഡു സോക്ക് ടെസ്റ്റിംഗ്. സോക്ക് ടെസ്റ്റിംഗ് എപ്പോഴാണ് ചെയ്യേണ്ടതാണ് അടുത്തൊരു പോയിന്റ്. ഓക്കെ, സോക്ക് ടെസ്റ്റിംഗ് എപ്പോൾ ചെയ്യേണ്ടത്, അതായത് നമ്മൾ ഫങ്ഷണാലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സീരീസ് ഓഫ് ലോഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ, സാധാ ലോഡ് ടെസ്റ്റിംഗ്, പെർഫോമൻസ് ടെസ്റ്റിങ്ങിൻ്റെ ഇത് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ ആഫ്റ്റർ ദാറ്റ് ആണ് നമ്മൾ എന്താ സോക്ക് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുക. ഓക്കെ, സാധാ പെർഫോമൻസ് ടെസ്റ്റുകൾ കഴിഞ്ഞ് സീരീസ് ഓഫ് ലോഡ് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, സോക്ക് ടെസ്റ്റിംഗ് ചെയ്യും. ഇനി സോക്ക് ടെസ്റ്റിംഗ് പ്രാക്ടിക്കലി ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, വീക്കെൻഡ്സ് ആണ് നല്ലത്. കാരണം എന്താ, നമ്മൾ ഒരു ഫ്രൈഡേ ഈവനിങ്ങിൽ നമ്മൾ സോക്ക് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൺഡേ മോർണിംഗ് വരെ അത് ടെസ്റ്റിങ്ങിന് ഇടാം. നമുക്ക് വേറെ നമ്മുടെ വർക്കിങ്ങിനെ ബാധിക്കുകയില്ല. അത് നമുക്ക് മൺഡേ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുകയും ചെയ്യാം. 2 days കണ്ടിന്യൂസ് നമുക്ക് സോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലും നമ്മൾ വീക്കെൻഡ്സിലാണ് സോക്ക് ടെസ്റ്റിംഗ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ടോപ്പിക് മനസ്സിലായെന്ന് കരുതുന്നു. പെയ്ഡ് ആയിട്ടുള്ള പ്രീ റെക്കോർഡഡ് കോഴ്സിന് വേണ്ടി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.